അതിന് ടോക്സിക് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് അതിനേക്കാളൊക്കെ കൂടുതലായിരുന്നു. വൈ ഡിഡ് യു റൈറ്റ് സച്ച് വേർഡ്സ്? ഇതിങ്ങനെ എഴുതാൻ പാടില്ല. എന്തിനാ ഈ ബ്ലോഗ് ഇങ്ങനെ എഴുതി? ആണ് പെണ്ണിനെ തല്ലിയാലും പെണ്ണാണിനെ തല്ലിയാലും ആണിന്റെ ഭാഗത്ത് ആ തെറ്റെന്ന് പറയുന്ന ഈ സമൂഹത്തിനോട് മാത്രമേ എനിക്ക് ചോദിക്കാൻ ഒരടിയുടെ വ്യത്യാസം. ആ അടി എനിക്കാകൊണ്ട് കോടതി പോലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. മുന്നേ പറയുന്നത് പറഞ്ഞാൽ 2 വർഷം മുന്നേ ഡിവോഴ്സ് ചെയ്ത ഒരാളോട് ഞാൻ എന്താ പറയുന്നത്? പ്രൊഫഷനിൽ വരുമ്പോഴത്തേക്കും സാർ ഡോക്ടർ അല്ലേ? ഡോക്ടറേറ്റ് ഉണ്ട്, മീഡിയ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. ഐ പ്രൊവൈഡ് ഹിപ്നോതെറാപ്പി സെഷൻസ് ഫോർ പീപ്പിൾ. അത് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിനാവാം. കൗൺസിലിംഗ് അങ്ങനത്തെ ആസ്പെക്ട്സ് ഉണ്ട്. NLP TA ഒക്കെ പ്രാക്ടീഷണറാണ്. അതല്ലാതെ വക്കീലാണ്. സോ ഐ ടേക്ക് അപ്പ് കേസസ് ആൻഡ് കോർട്ടിൽ അപ്പിയർ ചെയ്യാറുണ്ട്. ഐ എം an author, twice recipient of 100 best authors in India. അതിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. ആൻഡ് ഐ വാസ് ഗിവൻ ദി രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് ഫോർ സ്വെറ്റ് ബ്ലഡ് ആൻഡ് ക്വിൽ എന്ന് പറഞ്ഞ ബുക്കിന് വേണ്ടിയിട്ട് ലിറ്ററേച്ചറിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ആസ് എൻ ഓഥർ 87ാമത്തെ ബുക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് 22,000 കമേഴ്ഷ്യൽസ്, 15,000 മണിക്കൂർ ഓൺ എയർ ആൻഡ് റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ള ആസ്പെക്ട്സും, 24 സിനിമ, 22 മെഗാ സീരിയൽ, അങ്ങനെ നമ്പേഴ്സ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി തോന്നുന്നു ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. എക്സ് വൈഫിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി സാറിന്റെ വൈഫാണല്ലോ. അപ്പം ഈ ഒരു ഫോട്ടോയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ഫോട്ടോ എന്റെ ബുക്കിന്റെ ലോഞ്ച്, ശിരോലിഖിതം എന്ന് പറഞ്ഞ ബുക്കിന്റെ ലോഞ്ച് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് നടത്തപ്പെടുത്തതാണ്. അന്ന് കൈരളി ബുക്ക് പബ്ലിഷ് ചെയ്തത്. ആ പബ്ലിഷിങ്ങിന്റെ സമയത്ത് ഷാർജ ബുക്ക് ഫെയറിനോട് വെച്ചത്. ദാറ്റ് ഈസ് മൈ എക്സ് വൈഫ്. ശരിക്കും ഇത് മാമിന്റെ DP ആണ് ആക്ച്വലി. എന്താ പറയാനുള്ളത്? ആ സമയത്ത് ഞാൻ വേറെ ഒരു DP, എന്റെ ഒറ്റയ്ക്കുള്ള DP ഇടാൻ പാടില്ല. അതായിരുന്നു റൂൾ. ദാറ്റ് 2 പേർക്കും ഒരേ DP മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യുന്നതിന് പോലും എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഫേസ്ബുക്കിൽ ഞാൻ ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കൺസെൻഷ്വസ് ആക്ട്. ടോക്സിക് റിലേഷൻ എന്നാണോ പറഞ്ഞത് സാറ്? അതിന് ടോക്സിക് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് അതിനേക്കാളൊക്കെ കൂടുതലായിരുന്നു. കാരണം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ആയി എന്ന് പറയുന്നതിൽ പലപ്പോഴും പല റീസൺസും ഉണ്ടാവാം. അത് കുഡ് ബി umpteen number of reasons. അതുകൊണ്ട് DP വെച്ചിട്ട് ഒരാളെ പലപ്പോഴും ഞാൻ പറയും, സ്വന്തം ഫോട്ടോ DP മാറ്റരുത്, എനിക്കത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ഹേർട്സ് മീ അ ലോട്ട്. പക്ഷേ ഐ നെവർ ഇൻസിസ്റ്റ്. മാറ്റിയാലും ശരി ആയിക്കോട്ടെ, അവിടം വരെയാണ് നമ്മുടെ സേഫ് ലിമിറ്റ്. മറ്റേത് ഈ ഫോട്ടോ മാത്രമേ DP ഇടാൻ പാടുള്ളൂ. എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് എഴുതിയത്? വൈ ഡിഡ് യു റൈറ്റ് സച്ച് വേർഡ്സ്? ഇതിങ്ങനെ എഴുതാൻ പാടില്ല. എന്തിനാ ഈ ബ്ലോഗ് ഇങ്ങനെ എഴുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആസ് എ റൈറ്റർ ഞാൻ തോറ്റുപോകും. ആസ് എ പേഴ്സൺ ഓൺ സോഷ്യൽ മീഡിയ ഞാൻ തോറ്റുപോകും. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ തോറ്റുപോകും. അതിന് ഇഫ് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഫാൻസി ദാറ്റ് അയ്യോ എന്നെ തന്നെ ഓർത്ത് നിൽക്കുന്ന ഒരാൾ ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ഹാഡ് എ നോർമൽ ലൈഫ്. ഉണ്ടായില്ലല്ലോ. ബേസിക് ലോജിക് അല്ലേ? നമ്മൾ പാല് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പൂച്ച കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാല് ചീത്തയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നല്ലതാണെങ്കിൽ ആ പൂച്ച കഴിച്ചതന്നെ, അത്രയല്ലോ. ബിക്കോസ് ഡിവോഴ്സ് പ്രൊസീഡിങ്സ് തുടങ്ങിയത് 2019. 2022 ജനുവരിയിൽ വെൻ ഐ ഗോട്ട് എ ഡിഗ്രി, അത് എക്സ്പാർട്ടി ആയിട്ടാണ്. അതായത് 3 പ്രാവശ്യം കോൾ ഫോർ തിയേറ്റർ വന്നില്ല, ഡിഡ് നോട്ട് അപ്പിയർ ഫോർ ദ കേസ്. ആസ് എ ലോയർ ഐ ഡു അണ്ടർസ്റ്റാൻഡ് എക്സ് പാർട്ടി ഡിക്ലറേഷൻ എന്താണെന്ന് അറിയാം. അതിന് അപ്പീൽ പീരീഡ് ഉണ്ട്. അപ്പീൽ പീരീഡും കഴിഞ്ഞിട്ട് വന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ വേണ്ട എന്ന് തന്നെയല്ലേ അർത്ഥം. എന്നിട്ട് വെൻ യു ലുക്ക് ഫോർവേഡ്, എന്നിട്ട് ആൾക്കാരെ ഒരു സിമ്പത്തി എന്ന പോയിന്റിൽ ആൾക്കാരത് കാണുമ്പോൾ ഞാൻ എന്താണ് അനുഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ കാര്യമാണ്. ആണ് പെണ്ണിനെ തല്ലിയാലും പെണ്ണാണിനെ തല്ലിയാലും ആണിന്റെ ഭാഗത്ത് ആ തെറ്റെന്ന് പറയുന്ന ഈ സമൂഹത്തിനോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. യു വോണ്ട് മേക്ക് ഇറ്റ് എ കോൺട്രവേഴ്സി? യെസ്, പ്ലീസ് ഡു മേക്ക് ഇറ്റ്. പക്ഷെ ഞാൻ ജീവിച്ച ജീവിതം ഞാനാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ 6 അടി 3 ഇഞ്ച് പൊക്കം,
ഇപ്പൊ ഈ കാണിച്ച DP-യിലുണ്ടായിരുന്ന എൻ്റെ എക്സ് വൈഫ് 5 അടി 3 ഇഞ്ച് പൊക്കും. 1 അടിയുടെ വ്യത്യാസം. ആ അടി എനിക്കാ കൊണ്ടത്. ശരിക്കും തമാശ അല്ല, കാര്യമായിട്ട്. ആരെയും ഞാൻ ഒരു ഇത് പറയില്ല. യെസ്, ആസ് ദ ലോ സേസ്, ഇറവോക്കബിൾ മെന്റൽ ഇൻകമ്പാറ്റബിലിറ്റി അത് തന്നെയാണ്. സ്നേഹക്കുറവോ അല്ലെങ്കിൽ മറ്റേ ടോക്സിക് റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ബ്രാൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അടുത്തൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞു മെന്റൽ ഇൻകമ്പാറ്റബിലിറ്റി കോടതി പോലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ് മെന്റൽ ഇൻകമ്പാറ്റബിലിറ്റി. ആണ്. വിവാഹക്കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ, പറഞ്ഞിട്ടുണ്ടായിരുന്നോ മുന്നേ? മുന്നേ പറയുന്നത് പറഞ്ഞാൽ 2 വർഷം മുന്നേ ഡിവോഴ്സ് ചെയ്ത ഒരാളോട് ഞാൻ എന്താ പറയണ്ടത്? നമ്മള് ഒരു സൈഡിലൊരു പശു നിൽക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വന്ന് കുത്തോ എന്ന് പറഞ്ഞ് നമ്മൾ പോയി അതിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മൾ മുന്നോട്ട് പോവാണ്.